നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 9ാം നാളായ ഇന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അവസാനവട്ട ചർച്ചയ്ക്ക് ശേഷമാകും പ്രഖ്യാപനമുണ്ടാവുക. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങളുടെ വാദങ്ങളും നിരീക്ഷകരുടെ റിപ്പോർട്ടും ഒന്നിച്ച് ചർച്ച ചെയ്താവും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. 3 നേതാക്കളെയും ഘടകകക്ഷികളെയും തീരുമാനം ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം. ഘടകകക്ഷികളോട് രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്നാണ് വിവരം. വി.ഡി. സതീശനായി ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. സാദിഖ് അലി തങ്ങളുമായി ഫോണിൽ സംസാരിച്ച സോണിയാഗാന്ധി. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF-ലെ ഘടകകക്ഷികളുടെ താൽപര്യങ്ങളും സോണിയാഗാന്ധി ആരാഞ്ഞു. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോടുള്ള അനുകൂല മനോഭാവം തങ്ങൾ സോണിയാഗാന്ധിയെ നേരിട്ട് അറിയിച്ചു. SSLC ഫലപ്രഖ്യാപനം ഈ മാസം 15-ന് തന്നെ. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരണം വൈകുന്നതിനിടെ അനിശ്ചിതത്വത്തിലായിരുന്ന SSLC പരീക്ഷാ ഫലം ഈ മാസം 15-ന് തന്നെ പ്രഖ്യാപിക്കാൻ തീരുമാനം. ഫലം പ്രസിദ്ധീകരിക്കുന്നത് വൈകുമെന്ന ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ വേഗത്തിലാക്കി. വിദ്യാർത്ഥികളുടെ ഉപരിപഠന പ്രവേശന നടപടികൾ തടസ്സപ്പെടാതിരിക്കാനാണ് അടിയന്തര നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചെങ്കിലും മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. ഇതോടെ സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭ നിലവിൽ വന്നിട്ടില്ല. സാധാരണയായി വിദ്യാഭ്യാസ മന്ത്രിയാണ് SSLC ഫലം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെയോ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലായിരിക്കും പ്രഖ്യാപനം നടക്കുക. ഇന്ധന പ്രതിസന്ധിയിൽ സുപ്രധാന തീരുമാനവുമായി പ്രധാനമന്ത്രി. തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് പെട്രോൾ, ഡീസൽ ഉപഭോഗം കുറയ്ക്കാനും സാധ്യമാകുന്നിടത്തെല്ലാം വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനും അനാവശ്യമായ വിദേശയാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി മോദി പൗരന്മാരോട് അഭ്യർത്ഥിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ നീക്കം. കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി PK അനിൽകുമാറിനെതിരെ പോലീസ് കേസ്. ഭാര്യയുടെ പരാതിയിൽ മേപ്പാടി പോലീസ് അനിൽകുമാറിനെതിരെ കേസെടുത്തു. തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ശാരീരികവും മാനസികവുമായി ക്രൂരമായി പീഡിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. അനിൽകുമാറിന് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തെ മഞ്ജുള ചോദ്യം ചെയ്തതാണ് പീഡനത്തിന് കാരണമായതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വീട്ടിൽ വെച്ചും അല്ലാതെയുമുള്ള നിരന്തര മാനസിക പീഡനങ്ങളെ തുടർന്നാണ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചതെന്ന് അവർ വ്യക്തമാക്കി.